തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് LDFന്റെ തോൽവിയുടെ ഏതാണ്ട് ഒരുമാതിരിയൊക്കെയുള്ള കാരണങ്ങൾ ഇപ്പൊ CPM കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത് സംബന്ധിച്ചൊരു അവലോകന റിപ്പോർട്ട് തയ്യാറാക്കി. അതിപ്പോ സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നലെ അത് സംബന്ധിച്ച ചർച്ചകൾ തുടങ്ങി. ഇനി CPIയുടെ യോഗം ഇന്ന് ചേരുന്നുണ്ട്. ബാക്കി കാരണങ്ങളൊക്കെ അവർ മനസ്സിലാക്കിക്കോളും. CPM തയ്യാറാക്കിയ റിപ്പോർട്ടിന് ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഭരണവിരുദ്ധ വികാരം ഒട്ടുമേ ഉണ്ടായിട്ടില്ല. പക്ഷെ പല പല കാരണങ്ങളാല് ജനങ്ങളെതിരായി. ഈ അവലോകന റിപ്പോർട്ടും സംസ്ഥാന സമിതി നടന്ന ചർച്ചകളും ഒക്കെ ഒന്ന് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും. ഏതാണ്ട് സകലവിധ ജനങ്ങളും CPMനെതിരായിരുന്നു എന്ന് വിചാരിച്ചത് ഭരണവിരുദ്ധ വികാരമാണോ? അല്ല, ജനങ്ങളൊക്കെ എതിരായിട്ട് വോട്ട് ചെയ്തു, അതുകൊണ്ട് പരാജയപ്പെട്ടു. ശബരിമല വിവാദം തിരിച്ചടിയായെന്ന് ഇപ്പൊ CPM സമ്മതിക്കുന്നുണ്ട്. നേരത്തെ അവരത് അങ്ങോട്ട് തയ്യാറായിരുന്നില്ല, അങ്ങോട്ട് സമ്മതിക്കാനേ. ഇപ്പം ഏതാണ്ട് അല്പസ്വല്പമൊക്കെ. എന്നാലും ശബരിമല കൊള്ള വിവാദമെന്നേ പറയുന്നുള്ളൂ, കൊള്ള എന്ന് പറയുന്നില്ല. ശബരിമല അയ്യപ്പ ഭഗവാന്റെ സ്വർണം അവിടുന്ന് അടിച്ചു മാറ്റിയ ആ സംഭവം, അതിനെക്കുറിച്ചല്ല പറയുന്നത്. അത് സംബന്ധിച്ച വിവാദങ്ങൾ അത് ഈ കോൺഗ്രസുകാരും UDFും BJPയും എല്ലാം കൂടെ ഗവൺമെന്റിനെ ഉന്നമാക്കി, അതായത് ഗവൺമെന്റ് ആണ് ഇതിന്റെ പിന്നിൽ എന്ന് വരുത്തത്തക്ക രീതിയിൽ വലിയ പ്രചാരണം നടത്തി. അത് കുറെയൊക്കെ ഏശി, ജനങ്ങൾ കുറെയൊക്കെ വിശ്വസിച്ചു. അല്ലാതെ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച കേസല്ല, അടിവരയിട്ട് പറയുക. അത് സംബന്ധിച്ചുണ്ടാക്കിയ വിവാദങ്ങൾ, സ്വർണ കവർച്ച വിവാദങ്ങൾ, അത് ഒരു കാരണമായിട്ടുണ്ട്. ഈ വിവാദം സംബന്ധിച്ച് എതിരാളികൾ നടത്തിയ പ്രചരണം, അതിനെ അങ്ങോട്ട് ഫലപ്രദമായിട്ട് നേരിടാൻ പാർട്ടി സംവിധാനത്തിന് കഴിഞ്ഞില്ല. താഴെത്തട്ടിൽ അത് വിശദീകരിക്കാനും സാധിച്ചില്ല. എന്ന് വെച്ചാൽ പിള്ളേച്ച, അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ സ്വർണ്ണ കവർച്ച സംബന്ധിച്ചുണ്ടാക്കിയ കാപ്സ്യൂളുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വിഭാഗം ഉണ്ടാക്കിയ കള്ളപ്രചാരണങ്ങൾ, അതൊന്നും ജനത്തിന്റെ അടുത്ത് ഏശിയില്ലെന്ന് നമ്മൾ പറഞ്ഞു നോക്കി. നമ്മളല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു നോക്കി. ചേട്ടാ, നമ്മുടെ ആളുകള് ഇതിന്റെ പേരിൽ അറസ്റ്റിലായിട്ട് അഴിക്കകത്ത് കിടക്കുകയോ ചെയ്യോ? എന്നിട്ട് നമ്മൾ എന്ത് വിശദീകരണം പറയാനാ? വിശദീകരണം പറഞ്ഞാൽ ജനങ്ങൾ അത് മനസ്സിലാക്കുമോ? അത് സമ്മതിച്ചു തരുമോ? അതാ പറഞ്ഞത്, പല പല കാപ്സ്യൂൾ ഇറക്കി നോക്കി, അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടായില്ല. മാത്രമല്ല, ഈ അറസ്റ്റ് ചെയ്ത നേതാക്കന്മാര് പത്മകുമാർ അടക്കമുള്ളവരെ, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ്, 10-32 വർഷം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു, പ്രധാനപ്പെട്ട നേതാവായിരുന്നു. ഇദ്ദേഹം അകത്ത് കിടന്നിട്ട് ഒരു നടപടിയെങ്കിലും നമ്മൾ എടുത്തോ? ഇല്ലല്ലോ. പാർട്ടിയുടെ ഒരു പ്രധാന നേതാവ് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായി ജയിലിൽ കിടക്കുമ്പോ അദ്ദേഹത്തിനെതിരായിട്ട് ഒരു അക്ഷരം മിണ്ടിയോ? നമ്മൾ കമാന്നൊരു അക്ഷരം പറഞ്ഞോ? ഇല്ലല്ലോ. ഇവിടെ വേറൊരു കുരിശും കൂടെ സംഭവിച്ചു. അതായത് നമ്മൾ ഈ രാഹുൽ മാങ്കൂട്ടുതലിനെ കുറിച്ച് എന്തൊക്കെ ആക്ഷേപങ്ങളാണ് പറഞ്ഞത്. ആ പയ്യനെതിരായിട്ട് 2 പെൺകുട്ടികളുടെ മൊഴി ഉണ്ടായിരുന്നു, പരാതി ഉണ്ടായിരുന്നു, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് നമ്മളെന്തുവാ പറഞ്ഞത്? അവനെ ക്രൂശിക്കണമെന്നല്ലയോ പറഞ്ഞത്? ആ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ പറയും MLA സ്ഥാനം രാജിവെപ്പിക്കണമെന്ന് പറഞ്ഞില്ലയോ? പക്ഷെ നമ്മൾ നമ്മുടെ നേതാക്കന്മാരുടെ കാര്യത്തിൽ ചെയ്തതോ? അവർക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു നടപടി എടുത്തോ? ഇത് ജനങ്ങളിത് മനസ്സിലാക്കിയെന്നേ. ഇക്കാര്യത്തിലൊരു വൈരുദ്ധ്യം, അല്ലെങ്കിൽ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ എടുത്ത നിലപാടും ഇവിടെ പത്മകുമാർ അടക്കമുള്ളവരുടെ അറസ്റ്റ് സംബന്ധിച്ചെടുത്ത നിലപാടും, അത് നാട്ടുകാരൊന്ന് താരതമ്യം ചെയ്ത് നോക്കി അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഈ സെക്രട്ടേറിയറ്റിന്റെ അവലോകന റിപ്പോർട്ട് ഇപ്പൊ സ്റ്റേറ്റ് കമ്മിറ്റി ചർച്ച ചെയ്യാണെന്ന് പറഞ്ഞല്ലോ. പിറ്റേന്നിനെ സെക്രട്ടേറിയറ്റ് ചേർന്നപ്പോ എന്താ പറഞ്ഞത്? ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്നാ. അതിനൊരു കാരണമുണ്ട്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന് പറഞ്ഞാല് അത് നേരെ ചെന്ന് കൊള്ളുന്ന ആരുടെ നെഞ്ചത്താ? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവിന്റെ ദേഹത്തല്ലയോ? അത് സമ്മതിക്കത്തില്ല, അത് പറ്റത്തില്ല. ഭരണത്തിന് ഒരു തകരാറും വന്നിട്ടില്ല, പക്ഷെ ചെയ്തതൊക്കെ പാളി. ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങളെല്ലാം പരാജയപ്പെട്ടു, അത് നമ്മൾ സമ്മതിക്കാം. പക്ഷേ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു സാധനം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി നമ്മളിപ്പോ ഇതൊക്കെ ചർച്ച ചെയ്തിട്ട് സംസ്ഥാന കമ്മിറ്റി ഒരു പ്രമേയം പാസ്സാക്കുമല്ലോ. അതായത് എന്തുകൊണ്ടാണ് നമ്മൾ തോറ്റത്, അതിന്റെ ഒരു അവലോകനം തയ്യാറാക്കും, ഒരു വിശകലനം. പക്ഷെ അതിനും ഈ സ്വർണ്ണ കവർച്ച കേസിന് പ്രധാന കാരണമാണെന്ന് പറയത്തില്ല കേട്ടോ. ഇതൊരു മാർസിയൻ വിശകലന രീതിയാ. ഈ പരാജയത്തിന്റെ കാരണം ഈ സ്വർണ്ണക്കൊള്ള വിവാദമാണെന്ന് നമ്മൾ പ്രമേയത്തിൽ പറഞ്ഞാലും ബുദ്ധിയുള്ള ജനങ്ങള്, കേരളത്തിലെ ജനങ്ങൾക്ക് വിവരം വെച്ചെന്നേ. പഴയതുപോലല്ല. ഈ പ്രത്യേകിച്ച് ചെറുപ്പക്കാര്, ഈ പുതിയ തലമുറ, അവർക്കാണല്ലോ വോട്ട് കൂടുതലുണ്ട്. അവരൊക്കെ ഇപ്പൊ നല്ല ബുദ്ധിയും വിവരമുള്ളവരായിട്ട് മാറിയിട്ടുണ്ട്. അവര് കൃത്യമായിട്ട് വിശ്വസിച്ചോളും ശബരിമലയിലെ സ്വർണ്ണ കവർച്ച LDFന്റെ പരാജയത്തിന് കാരണമായി എന്ന് നമ്മൾ അങ്ങോട്ട് നേരിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതിനിടയ്ക്ക് നമ്മൾ നടത്തിയ അയ്യപ്പ സംഗമം, അതൊരു വല്ലാത്ത പെശകായിപ്പോയി. ഒരു കാര്യവുമില്ലാത്ത ഒരു സംഭവമായി പോയത്. നമ്മളത് എന്തിനു വേണ്ടി ചെയ്തതാ? ശബരിമലയിലെ യുവതീ പ്രവേശം, അതിനുവേണ്ടി നമ്മൾ കുറച്ച് പടാപ്പാട് കഴിച്ചതല്ലയോ? 2 പേരെ അവിടെ എത്തിക്കുകയും ചെയ്തു. അതിന്റെ പേരിൽ വിശ്വാസികൾ മുഴുവൻ നമുക്കെതിരായി.
2 പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ അതിന്റെ ഫലം നമുക്ക് കിട്ടുകയും ചെയ്തു. ആ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണ് ഈ അയ്യപ്പ സംഗമം പമ്പയിൽ. നമ്മൾ SNDPയെയും NSSനെയും ഒക്കെ കൂടെ നിർത്തുകയും ചെയ്തു. അക്കാര്യത്തിൽ നമ്മൾ വിജയിച്ചതാണ്. അത് മാത്രമല്ല, ഈ സമ്മേളന വേദിയിലേക്ക് മുഖ്യമന്ത്രി വരുമ്പോൾ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് കാറിൽ നമ്മുടെ വെള്ളാപ്പള്ളി നടേശനെ കയറ്റുകയും ചെയ്താ. കയറ്റിക്കൊണ്ടുവന്ന് സമ്മേളന സ്ഥലത്ത് ഇറക്കിയതാ. അത് ജനം മുഴുവൻ കണ്ടതല്ലയോ? ടെലിവിഷനിലൂടെ, ചാനലുകളിലൂടെ ജനം മുഴുവൻ കണ്ടതല്ലയോ? ഈ മാന്യദേഹമാണെങ്കിൽ RSSകാർ പോലും പറയാത്ത രീതിയിൽ ന്യൂനപക്ഷങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ടിരുന്ന സമയമാണ്, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങളെ. അദ്ദേഹത്തെയാണ് നമ്മുടെ മുഖ്യമന്ത്രി ഈ അയ്യപ്പ സംഘം എന്ന് പറഞ്ഞ് ഈ സ്വന്തം കാറയിൽ വിളിച്ചോണ്ട് വന്നത്. അത് തിരിച്ചടിച്ചു. സ്വാഭാവികമാണല്ലോ, ഇതൊക്കെ സംഭവിക്കുമെന്നറിയാമല്ലോ. പക്ഷെ അത് ഭൂരിപക്ഷത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്തതാ. വെള്ളാപ്പള്ളിയെ കയറ്റിക്കൊണ്ട് വന്നത് അതിനൊരു പ്രത്യേക ലക്ഷ്യമുണ്ടായിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് പതിവായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഈഴവ വോട്ടുകൾ ഒത്തിരി അങ്ങ് നഷ്ടപ്പെട്ടു പോയി, ചോർന്നുപോയി. അതൊന്ന് തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കിയതാ. പക്ഷെ എന്താ, അത് ബൂമറാങ്ങായി പോയി. അത് മാത്രമല്ല, NSS അങ്ങ് പിന്നാക്കം വരികയും ചെയ്തു. ഈ അയ്യപ്പ സംഗമത്തിന് ശേഷമാണ് ഈ സ്വർണ്ണക്കൊള്ള പുറത്തു വന്നത്. അതിനുശേഷം NSS കമാന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല. എന്തിനാ വെറുതെ അയ്യപ്പ കോപം വിളിച്ചു വരുത്തുന്നത്? അങ്ങനെ പിള്ളേച്ച ഈ ശബരിമല ഇഷ്യൂല്, ശബരിമല സ്വർണ്ണ കവർച്ച, അതുപോലെ തന്നെ വിശ്വാസ സംഗമം, ഇതൊക്കെ ആയിട്ട് വിശ്വാസികളിൽ ഒരു 90% പേര് നമ്മളെ ഞാൻ കൈവിട്ടു. നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടും നഷ്ടപ്പെട്ടു. പിന്നെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ന്യൂനപക്ഷ വോട്ട് അതും പോയി കിട്ടി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് നമ്മൾ അല്പം ന്യൂനപക്ഷ വികാരം ഇളക്കി വിടാൻ നോക്കി എന്നുള്ളത് ശരിയാ. പക്ഷെ അവരുടെ വോട്ടോട്ട് കിട്ടിയുമില്ല, ഭൂരിപക്ഷ വോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ആയപ്പോഴത്തേക്ക് പ്ലേറ്റ് ഒന്ന് മാറ്റി പിടിച്ചു. അതായത് അല്പം മൃദുഹിന്ദുത്വം, കുറച്ച് ഭൂരിപക്ഷ വോട്ടുകൾ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ വെള്ളാപ്പള്ളി നടേശനെ കാറെ കയറ്റിക്കൊണ്ടൊക്കെ വന്നത്. ഈ അയ്യപ്പ സംഗമത്തിന് പ്രധാന സ്ഥാനമൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തിയതൊക്കെ അതിനുവേണ്ടിയായിരുന്നു. പക്ഷേ ഒന്നും അങ്ങോട്ട് ഏറ്റില്ലെന്നേ. ഒറ്റാലി കിടന്നതും പോയി എന്നുള്ള അവസ്ഥയായിപ്പോയി. കുറെ ന്യൂനപക്ഷ വോട്ടുണ്ടായിരുന്നത് അതാ വഴിക്ക് പോയി. അതുപോലെ തന്നെ ഭൂരിപക്ഷ വോട്ടും നഷ്ടപ്പെട്ടു. അതാ പറഞ്ഞത് പിള്ളേച്ച, സകലമായ ജനങ്ങളുടെ വോട്ട് നമുക്ക് നഷ്ടപ്പെട്ടു. വിശ്വാസികളുടെ വോട്ട് ശബരിമല ഇഷ്യൂ പോലും അങ്ങ് പോയി. അതുപോലെ തന്നെ ഭൂരിപക്ഷ വോട്ട് നഷ്ടപ്പെട്ടു, ന്യൂനപക്ഷ വോട്ടും നമുക്ക് കിട്ടിയില്ല. അതിന്റെ അർത്ഥം എന്തുവാ? ഏതാണ്ട് മുഴുവൻ ജനങ്ങളും നമുക്ക് എതിരായിരുന്നെന്നാ. അത്യാവശ്യം നമ്മുടെ ഈ പാർട്ടി കേഡർമാരൊഴികെ ബാക്കിയുള്ള സകലമായ ജനവും നമുക്ക് എതിരായിരുന്നു എന്നുള്ളതാണ് ഈ ഫലത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഭരണവിരുദ്ധ വികാരമാണോ? അത് നമുക്ക് സമ്മതിക്കാൻ പറ്റുമോ? അതില്ല. വാസ്തവത്തിൽ സംഭവിച്ചെന്തുവാ? ഇത് തന്നെ ഈ ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പറയുന്നത്. ഭരണത്തിന് ആളുകൾ എതിരാകുന്നു. അതാണ് ആന്റി ഇൻകുംബൻസി ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അത് വാസ്തവത്തിൽ സംഭവിച്ചു. പക്ഷെ നമുക്ക് അങ്ങനെ അവിടെ തുറന്ന് പറയാൻ പറ്റുമോ? ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചരണം അതും പാളിപ്പോയെന്നാണ് ഈ സംസ്ഥാന കമ്മിറ്റിയിൽ വന്ന ചില വിമർശനങ്ങൾ. കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടേ വലിയ വമ്പന്മാരെ തലപ്പത്തിരുത്തിക്കൊണ്ട് നടത്തിയ സംവിധാനമാണ് ഈ സോഷ്യൽ മീഡിയ. ഈ കാപ്സ്യൂളുകൾ ഇറക്കുക, അതൊക്കെ നാട്ടുകാരുടെയൊക്കെ അടുത്ത് എത്തിക്കുക, അങ്ങനെ സർക്കാരിന് അനുകൂലമായ, CPMന് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. ഏറ്റില്ലെന്നാണ് പാർട്ടി തന്നെ പറയുന്നത്. പാർട്ടി നേതാക്കൾ ഈ സംസ്ഥാന കമ്മിറ്റി പറഞ്ഞ കാര്യങ്ങളാ സോഷ്യൽ മീഡിയ പാളിപ്പോയി. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? നമ്മൾ നേരത്തെ പറഞ്ഞത്, ആളുകൾക്ക് കൂടുതൽ ബുദ്ധിയും വിവരവും ഒക്കെ വെച്ചു. പ്രത്യേകിച്ച് ചെറുപ്പക്കാര് അവരോരോന്ന് കണ്ടുകൊണ്ടിരിക്കുകയല്ലയോ. ഇപ്പൊ ഇതിന് ഉദാഹരണത്തിന്, അതും ഈ സംസ്ഥാന കമ്മിറ്റി വന്ന ഒരു വിഷയമാണ്. ഈ PM ശ്രീ കരാറിൽ ഒപ്പുവെച്ചത്. നമ്മൾ ചില ഉണക്ക ന്യായങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ പണ്ടൊക്കെയാണെങ്കിൽ ഏൽക്കുന്നതാ. അടിമക്കണ്ണുകളായിരുന്നല്ലോ പണ്ട് പാർട്ടിയിൽ മുഴുവൻ ഉണ്ടായിരുന്നത്. ഇപ്പോഴങ്ങനൊന്നും അല്ലെന്നേ. ചെറുപ്പക്കാർ നോക്കുമ്പം അതിന്റെ ഗുട്ടൻസ് മനസ്സിലായി. അതിന്റെ പിന്നിലെ അന്തർധാര അവർക്ക് പിടികിട്ടി. എന്തിനാണ് CPM നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ BJPയുടെ വിദ്യാഭ്യാസ നയം പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള PM ശ്രീ കരാറിൽ ഒപ്പുവയ്ക്കുന്നത്? അത് എന്തോ ഒരു കാരണം ഉണ്ടായിട്ടല്ലയോ, ഒരു അന്തർധാര ഉണ്ടല്ലോ. അവർക്ക് മനസ്സിലായി. അവരനുസരിച്ച് വോട്ട് ചെയ്യുകയും ചെയ്തു. ഇനി ഇതൊക്കെ ഒന്ന് ശരിയാക്കിയെടുക്കണം. അതൊക്കെ സാധിക്കാവുന്നതേ ഉള്ളൂ. ഒരു കേരള യാത്ര നടത്തുക, അത് 3 മേഖല ജാഥകളായിട്ട് മതിയോ, അതോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് വരെ വേണോ? അത് അടുത്ത യോഗമാണ് തീരുമാനിക്കുന്നത്, LDFന്റെ. അപ്പോൾ ഒരു ജാഥ, അതിന്റെ നേതാവ് ആരാകണം എന്ന കാര്യത്തിൽ മാത്രം ഇതുവരെ ഒരു ധാരണയായിട്ടില്ല. പറ്റുമെങ്കിൽ നമ്മുടെ പിണറായി വിജയൻ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്നതായിരിക്കും നല്ലത്. അദ്ദേഹം ഇപ്പൊ തിരുവനന്തപുരത്തിരുന്ന് ഭരിച്ചില്ലേലും വലിയ കാര്യമൊന്നുമില്ല. ഈ 5-6 മാസമേ ഉള്ളൂ. ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞു, പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് വേണമെങ്കിൽ കാസർഗോഡ് നിന്ന് ഒരു ജാഥ നയിച്ചു വരാവുന്നതേ ഉള്ളൂ. വലിയ പ്രശ്നങ്ങളൊന്നും അതുകൊണ്ടുണ്ടാകത്തില്ല. പിന്നെ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടൊരു സമര പരമ്പര, അത് ഈ 11-ാം തീയതിയോ 12-ാം തീയതിയോ തിരുവനന്തപുരത്ത് തുടങ്ങുക. മുഖ്യമന്ത്രി, മന്ത്രിമാര് ഇവരെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കേന്ദ്രവിരുദ്ധ സമരമാണ്.
ഇനി ഈ തോൽവിയുടെ എല്ലാ കാരണങ്ങളും അവരുടെ തലയിലോട്ട് വെച്ച് കെട്ടാം. നാട്ടുകാർ അതിനെ എങ്ങനെ എടുക്കുമെന്നുള്ളത് നോക്കാം. ഇതിനിടയ്ക്ക് ഒത്തിരി ഭരണപരമായ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതും വിസ്മരിക്കാൻ പറ്റത്തില്ല. 3-4 മാസങ്ങളെല്ലാം ഉള്ളൂ. നമുക്കിനി ലോക മലയാള സമ്മേളനം നടത്തണം. ഒരു 10 കോടി രൂപയുടെ ഒരു ബജറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊന്ന് അടിച്ചു പൊളിക്കണം. അതുപോലെ തന്നെ മന്ത്രിമാർ നടത്തുന്ന മാധ്യമ സമ്മേളനങ്ങൾ, അങ്ങനെ ധാരാളം പരിപാടികൾ, കോൺക്ലേവുകളെല്ലാം തീർന്നു എന്നുള്ളത് അറിയത്തില്ല. ഇനി ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ നടത്തണം. അങ്ങനെ കുറെ തിരക്കുകൾ ഉണ്ട്. അങ്ങനെ നമ്മുടെ ധനക്കമ്മി എങ്ങനെയെങ്കിലും കുറെ കൂടെ വർദ്ധിപ്പിക്കണം. ധനക്കമ്മി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരിയായ വരുമാനവും ശരിയായ ചെലവും തമ്മിലുള്ള അന്തരമാണ്. ധനക്കമ്മി എന്ന് പറഞ്ഞാൽ നമുക്കുള്ള യഥാർത്ഥ വരുമാനവും നമ്മുടെ ചെലവും തമ്മിലുള്ള വ്യത്യാസമാണ്. ചെലവ് വളരെ വളരെ കൂടുതലാണ്. പക്ഷെ ഈ കൊല്ലം ഉണ്ടല്ലോ ചരിത്രത്തിലെ ഏറ്റവും വലിയ ധനക്കമ്മിയാണ്. 9,023 കോടി രൂപ ധനക്കമ്മി. നമ്മുടെ ചെലവും നമ്മുടെ വരവും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ കണക്കായി പറയുന്നത്. ഒരു കൊച്ചു സംസ്ഥാനം, കേരളം പോലൊരു സംസ്ഥാനം നേരിടുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒന്നാം തരം സൂചികയാണിത്. കഴിഞ്ഞ വർഷം വരെ ഇത് 28,976 കോടി രൂപ ആയിരുന്നു. അതിൽ നിന്ന് ഏതാണ്ട് 10,000 കോടി രൂപയുടെ വർധനവാണ് ഇത്തവണ ഈ വർഷം കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. ഇതിൽ കൂടുതലൊന്നും വർദ്ധിപ്പിക്കാൻ പറ്റത്തില്ല. ഇനി നേരത്തെ പറഞ്ഞ ലോക മലയാള സമ്മേളനം നടത്തണം. ഈ കണക്കെന്ന് പറയുന്ന കഴിഞ്ഞ നവംബർ 30-ാം തീയതി മുതലുള്ളതാണ്. അതിനുശേഷം കൊടുത്ത പെൻഷനൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വാരിക്കൊരു പെൻഷൻ കൊടുത്തായിരുന്നല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടി. അതിൻ്റെയൊക്കെ കണക്ക് വന്നു കഴിയുമ്പോൾ ഭഗവനെ എന്തായിരിക്കും നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ എന്നുള്ളത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കായിരിക്കും അത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഞങ്ങളൊരു കലക്കം കലക്കി. നിങ്ങളതിനെ ധൂർത്തെന്നൊക്കെ പറയും, ആഡംബരം എന്നൊക്കെ വിശേഷിപ്പിച്ചേക്കാം. പക്ഷെ ഞങ്ങളൊന്ന് തകർത്തു വാരി. കോടാനുകോടി രൂപയുടെ PR വർക്ക്, മറ്റ് ആർഭാടങ്ങള്, ആഡംബരങ്ങള്, ലോക മലയാള സമ്മേളനങ്ങള്. നമുക്ക് ദുരിതാശ്വാസത്തിന് പോലും പണം ഉണ്ടായിരുന്നില്ല വാസ്തവത്തിൽ. പക്ഷെ നമ്മൾ ആർഭാടത്തിനോ അല്ലെങ്കിൽ സുഹൃത്തിനോ യാതൊരു കുറവും വരുത്തിയിട്ടില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഈ വലിയ ധനക്കമ്മി നേടിയെടുത്തത്. ഞങ്ങൾക്ക് അത്രയൊക്കെ പറ്റത്തുള്ളൂ. ഇനി 3-ാം ഭരണം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ഇത്രയെങ്കിലും ഞങ്ങൾ ചെയ്തല്ലോ എന്ന് ആശ്വസിച്ചോളാം.